ഹിദായത്ത് ലഭ്യമാക്കാനുള്ള കാരണക്കാരാണ്, അസ്ബാബുകളാണ് എന്ന നിലക്ക് പരിശുദ്ധ ഖുർആനിൽ അവരോട് എന്നുള്ളതായ ഹിദായത്തിന്റെ വശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്കുള്ള അർത്ഥത്തിൽ അല്ലാഹ് അല്ലാത്തവരിൽ ഹിദായത്ത് കാംക്ഷിക്കലോ അല്ലെങ്കിൽ പൊറുക്കലിനെ ചോദിക്കലോ അല്ലെങ്കിൽ രോഗശമനം ആയിപ്പെടുന്ന തേടലോ ഒന്നും ശിർക്കല്ല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെള്ളപ്പാട് കുഷ്ഠരോഗികളെ ശമിപ്പിക്കുമെന്ന്, ട്രീറ്റ്മെന്റ് ചെയ്യും, ഞാൻ അവർക്ക് ശമനം കൊടുക്കും, ഷിഫിയാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഈസാ നബിയോട് രോഗം മാറ്റിത്തരണേ പറഞ്ഞാൽ എന്ത് ശിർക്കാണ്? പരിശുദ്ധ ഖുർആൻ ശിർക്ക് പഠിപ്പിക്കാനുള്ളതാണോ? അതുകൊണ്ട് ഇതൊക്കെ ബടബായികളാണ്. ഇത് വലിയ തൊള്ള കൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ ഇതിൽ ഒരു കാര്യവുമില്ല. ഇൻഷാ നോക്കൂ, പിന്നൊരു കാര്യം സൂചിപ്പിക്കണം. ക്ലിപ്പ് ഇടേണ്ടത് ഇങ്ങനെയാണ്. സമസ്തയിലുള്ള ആളുകളെ പ്രത്യേകിച്ച് പിന്നെ മമ്പാട്ടിനൊക്കെ പഠിപ്പിക്കണം. ഒരാളെ പരിഹസിക്കലല്ല. അദ്ദേഹം എന്ത് വേണമെങ്കിൽ ജഹാലത്ത് പറഞ്ഞുകൊട്ടെ, അദ്ദേഹം പറഞ്ഞ ഭാഗം പൂർണ്ണമായും കേൾപ്പിക്കുക. അപ്പോൾ മുമ്പിലിരുന്ന ആളുകൾക്ക് കാര്യം ബോധ്യപ്പെടും. എന്താണ് അദ്ദേഹം പറഞ്ഞത്? നോക്കൂ, സൂറത്തുൽ ആലു ഇമ്രാനിലെ 49-ാമത്തെ വാചകമാണ് ഓതിയത്. മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിൻ്റെ മുഅ്ജിസത്ത് പ്രകാരം അവിടുന്ന് വെള്ളപ്പാണ്ട് ശിഫയാക്കി, മരിച്ചവരെ ജീവിപ്പിച്ചു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരം എന്നിവിടെ പറയുന്നുണ്ട്. അദ്ദേഹം ആ ഭാഗം പറയുന്നില്ല. എന്നാലും ഈ ഒരു സംഭവത്തെ ഉദ്ധരിച്ച് ഇദ്ദേഹം എന്തിനാണ് കൊണ്ടുവരുന്നത്? മരിച്ചുപോയ മഹത്തുക്കളെ വിളിക്കാൻ വേണ്ടിയാണ്, മരിച്ചുപോയ അംവാത്തുകളെ വിളിച്ച് തേടാൻ വേണ്ടിയാണ്. നോക്കൂ സഹോദരങ്ങൾ, ഇതാണോ അതിനുള്ള തെളിവ്? അപ്പൊ ഏതുവരെ ചെയ്യാം? ഇപ്പൊ സമസ്തയിലുള്ള ആളുകൾ സാധാരണ ജാറത്തിൽ പോയിട്ടാണ് തേടാറുള്ളത്. ഇനി പള്ളിയിൽ ചർച്ചയിൽ പോകാം, അല്ലേ? തെളിവ് കിട്ടിയില്ലേ? ചർച്ചയിൽ പോകാം. അവര് ദൈവപുത്രനാണെന്ന് തേടുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ദൂതനാണ്, അള്ളാഹുവിന്റെ ദൂതനാണെന്ന് കരുതി നിങ്ങൾ ചർച്ചയിൽ മറ്റൊരു ഭാഗത്ത് നിന്ന് എൻ്റെ രോഗം മാറ്റണമേ, എനിക്ക് മക്കളെ തരണേ, അല്ലെ, എൻ്റെ പാപം പുറത്തു തരണേ എന്ന രൂപത്തിൽ തേടിയാലും ശിർക്കാവൂല. ഇനി ചർച്ചയിൽ പോകാം. എത്ര വലിയ അബദ്ധമാണ് ഇദ്ദേഹം സംസാരിച്ചത്. നോക്കൂ, ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ എന്തെങ്കിലും വിളിച്ചു പറയലാണോ? ബഹുമാന്യനായ ഖതീബ് എല്ലാ രൂപത്തിലുള്ള ഭൗതികമായ മാനുഷികമായ എല്ലാ ആദരവും നൽകിക്കൊണ്ട് പറയട്ടെ, ഈ സമൂഹത്തിനെ പച്ചയായ ശിർക്കിലേക്കല്ലേ നിങ്ങൾ നയിച്ചത്? ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഏതെങ്കിലും അഹ്ലുസുന്നയുടെ ഒരു മുഫസ്സിർ ഇത് മരിച്ചുപോയ മഹത്തുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാനായി തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ടോ? നിങ്ങൾ തെളിയിക്കണം. നിങ്ങൾ ഇനി റമദാൻ എടുക്കാറായി, അതിന്റെ മുന്നോട്ട് ഒരു പ്രഭാഷണം ഇല്ല എങ്കിൽ ഒരു ഓൺലൈനിലൂടെയെങ്കിലും വന്ന് നിങ്ങൾ പറയണം, മരിച്ചുപോയ മഹത്തുക്കളെ വിളിച്ച് തേടാനാണ് ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് എന്ന് ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പച്ചയായി ദുർവ്യാഖ്യാനിച്ചു. മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മുഅ്ജിസത്താണ് അവിടെ പറയുന്നത്. ഇതിനെയാണ് മരിച്ചുപോയ മഹത്തുക്കളെ വിളിക്കാൻ ഇവർ തെളിവായി കൊണ്ടുവന്നത്.